ഈ പുറത്തുള്ള ആളുകളെ പേടിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലൈഫിൽ സ്റ്റക്കായി പോകുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള കഴിവുകൾ, അറിവുകൾ, നിങ്ങൾ ആരോടൊക്കെയോ എന്തൊക്കെയോ തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്ന സംസാരങ്ങൾ, ഇതൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ ഞാൻ ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്നുള്ള രീതിയിൽ ഈ ഔട്ട്പുട്ട് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നൊരവസ്ഥ. ചുറ്റിലുള്ള ആളുകൾ എന്ത് വിചാരിക്കുന്നുള്ള ആ ഒരു പേടി കൊണ്ടാണോ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു തോന്നൽ. എന്നാൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കാര്യം ഞാനവിടെ പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ നോക്കുന്നത് അതാണ്. എൻ്റെ ലൈഫിൽ റിയലായിട്ട് സംഭവിച്ച 2 കാര്യങ്ങളിലൂടെ മറ്റുള്ള ആളുകളെ പറ്റി ഓവറായിട്ട് ചിന്തിക്കുന്നത് എങ്ങനെ കുറയ്ക്കാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോവാണ്. ഞാനും ഇതുപോലെയൊക്കെ തന്നെ മറ്റുള്ള ആളുകളെ പറ്റി ഒരുപാട് ചിന്തിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ ഈ അനുഭവങ്ങളിലൂടെ, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളിലൂടെ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ നേരിട്ട് പോയിന്റിലേക്ക് പോവാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. ഇത് എനിക്കൊരു ബുദ്ധിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അവയർനെസ്സാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ എത്ര നന്നായി ജീവിക്കുന്ന ആളാണെങ്കിലും, എത്ര മോശമായിട്ട് ജീവിക്കുന്ന ആളാണെങ്കിലും, നിങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിമർശിക്കുക, നിങ്ങളുടെ ഗുണദോഷങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളുടെ ഡ്യൂട്ടിയാണെന്ന് പറയാനുള്ള കാരണം, മനുഷ്യനെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ആനിമലാണ്. ഇയാളുമായിട്ട് ബന്ധമുള്ള ആളുകളൊക്കെ ഇയാളെ പറ്റി എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇയാളുടെ ബന്ധങ്ങൾ കൂടുന്നതിനനുസരിച്ച്, ഇയാൾ നിൽക്കുന്ന സ്ഥലത്തുള്ള പോപ്പുലേഷൻ അനുസരിച്ച് ഇയാൾ പലതും കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഒരാളുമായിട്ടും ബന്ധങ്ങളില്ലാതെ ജീവിച്ചാലും നിങ്ങളെപ്പറ്റി പറയേണ്ട ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെപ്പറ്റി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട, അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെങ്ങനെ ജീവിച്ചാലും ചുറ്റിലുള്ള ആളുകൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെ ഞാനൊരു അനുഭവത്തിലേക്ക് കൊണ്ടുപോവാണ്. ഞാൻ എൻ്റെ തുടക്കകാലത്തിലൊക്കെ ഒരു ബിസിനസ് മൈൻഡിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇവരിൽ ഒരാൾ പല പ്രശ്നങ്ങളുടെ ഇടയിലൂടെയൊക്കെ സർവൈവ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. 2017-18 ടൈമിലൊക്കെ ഇയാൾ സ്വന്തമായിട്ട് ചില പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാനുഫാക്ചറാണ്. സ്വന്തമായിട്ട് ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ രീതിയിൽ ഇങ്ങനെ പോകുമായിരുന്നു. ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇയാൾ എല്ലാ ഞായറാഴ്ചയും ഒരു 10-20 ആളുകൾക്കുള്ള ഫുഡ് ഇയാളുടെ വീട്ടിലുള്ള ആളുകളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ കുറച്ച് പാവങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കും. ഇത് നടക്കുന്നത് ബാംഗ്ലൂരാണ്. ഇയാൾ എല്ലാ ഞായറാഴ്ചയും കുറച്ച് ഫുഡൊക്കെ ആയിട്ട് ഒരു രാവിലെ 7:30-8 മണിക്ക് ആകുമ്പോഴേക്കും ടൗണിലേക്കൊക്കെ ഒന്ന് പോയി കുറച്ച് ആളുകൾക്കൊക്കെ കൊടുത്ത് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഇയാളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഫ്രീ മൈൻഡിൽ ഇയാൾ തിരിച്ചെത്തും. ഇടയ്ക്ക് ഇയാൾ നമ്മളെന്ന് പറയുന്ന ഈ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ചോദിക്കും, നിങ്ങളെൻ്റെ കൂടെ വരുന്നുണ്ടോ, ഞാനിന്ന് പോകുന്നുണ്ട്. അധിക ഞായറാഴ്ചകളിലും ഇയാൾ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ ഒക്കെ ഞങ്ങളോട് എല്ലാവരോടും ചോദിക്കും, ഞാനിന്ന് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് എല്ലാവരോടും ചോദിക്കുന്നൊരു കാര്യമാണ്. ആരും അങ്ങനെ സപ്പോർട്ടും ചെയ്യാറില്ല. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉറങ്ങുന്ന നിൽക്കുന്ന ടൈമാണ്. ഇദ്ദേഹത്തെ ചെയ്യാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. ഇയാൾക്ക് ചില ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആരോ പറഞ്ഞു കൊടുത്തതാണ്, ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഇദ്ദേഹം ഭയങ്കര ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സർക്കിളിലുള്ള, ഈ ക്ലോസ് സർക്കിളിലുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ ഇയാളെപ്പറ്റി ഇയാളില്ലാത്ത സമയത്ത് പല കാര്യങ്ങളും ഇങ്ങനെ പറയും. എന്താ പറയുകയെന്ന് വെച്ചാൽ, ഈ ഞായറാഴ്ചകളിലൊക്കെ ഇയാൾക്കൊന്ന് കിടന്നുറങ്ങിയാൽ പോരെ, വീട്ടുകാരെ കൂടെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഈ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെയാണ് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചില പരിപാടികളൊക്കെ ഞായറാഴ്ച ഉണ്ടാകുമ്പോൾ ചിലർ പറയും, ഈ സുഹൃത്തുക്കളൊക്കെ തന്നെ പറയും, ഞായറാഴ്ച പുള്ളിയെ നോക്കണ്ട, ഇങ്ങനെ ചില പ്രാന്തുകളൊക്കെ ആയിട്ട് നടക്കുകയാണ്, അത് നമ്മൾ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇയാളെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ചിലർ സപ്പോർട്ട് ചെയ്യും, ചിലർ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അഭിനയിച്ചിട്ട് മാറി നിന്ന് കുറ്റം പറയും. ഇദ്ദേഹം ചെയ്യുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനും പോയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആളുകൾ തന്നെ ഈ ഒരു നല്ല കാര്യത്തിനെ ഇത്രയും മോശമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അവർ പറയുന്നതിലും കാര്യമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ക്യാഷാണ് പോകുന്നത് അല്ലേ. പക്ഷേ ഇതുകൊണ്ട് ഒരു ദിവസം ഒരു കാര്യം സംഭവിക്കുകയാണ്. ഇദ്ദേഹം ഈ ചെയ്യുന്ന കാര്യം ഏതോ ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകർ ഇത് കണ്ടിട്ട് ഇയാളെ പറ്റി ചെറിയൊരു ആർട്ടിക്കിൾ എഴുതിയിടുകയാണ്. ഇയാൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ സൺഡേസിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ല, ചെറിയൊരു ആർട്ടിക്കിൾ. നമ്മളെ കൊണ്ട് കഴിയുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന ചെറിയൊരു കാര്യം. ഈ ആർട്ടിക്കിൾ കണ്ട ശേഷം ഇന്ത്യയിലുള്ള വലിയൊരു ബ്രാൻഡ് എന്താ ചെയ്യുന്നറിയോ, ഇയാളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ സമീപിക്കുകയാണ്. ഇദ്ദേഹം ഓക്കെ പറഞ്ഞു, ഉള്ള സെറ്റപ്പിൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇയാൾക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചർ യൂണിറ്റുകൾ വരുന്നു. ചെറിയ ചെറിയ പ്ലാന്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇയാൾ പിന്നെ കയറി പോവുകയാണ്. പിന്നീട് അന്ന് ഈ ക്രിട്ടിസൈസ് ചെയ്ത ആളുകൾ അവരെ പിന്നെ കാണാൻ പോലില്ല, അവർക്കൊന്നും പറയാനില്ല. ഇയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ വായ അടച്ചു പോകുന്ന ഒരു ലെവലാണ്.
ഇന്ന് അയാൾ ഇന്ത്യയുടെ പുറത്തേക്കൊക്കെ നല്ല രീതിയിൽ ഇത് മാനുഫാക്ചർ ചെയ്ത് എത്തിക്കുന്ന ഒരു വലിയൊരാളായിട്ട് മാറിയെന്ന് പറയാം. ഇന്നും ഞായറാഴ്ചകളിൽ ഇദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ വേറെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുകയാണ്, സമയമല്ല. എന്തായാലും എനിക്ക് നേരിട്ട അനുഭവത്തിലുള്ള ഈ ഒരു സ്റ്റോറിയിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എന്ത് മോശം കാര്യങ്ങൾ ചെയ്താലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ടാവും. അതായത് ക്രിട്ടിസൈസ് ചെയ്യാൻ ആളുകളുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒരു അവയർനെസ് പോലെ എഴുതി വെക്കണം. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഒരു തുടക്കം കൊടുക്കുകയാണ്, എന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ആരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, കുറച്ച് കാലമായിട്ട് നിങ്ങൾ PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനെപ്പറ്റിയൊക്കെ ജനങ്ങൾക്ക് പലതും പറയാനുണ്ടാവും. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ അവർക്കൊരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയോ നിങ്ങൾ ചെയ്യുന്നത് പോലെയോ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഒരു പെട്രോൾ പമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേറൊരാൾ കോപ്പി അടിച്ച് വേറൊന്നും തുടങ്ങും, അല്ലാതെ അവർക്ക് വേറൊന്നും നടക്കില്ല. അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ആ ഐഡിയ വല്ലാതെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ സംസാരിക്കും. എന്നാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളെപ്പറ്റിയും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മാനക്കേടുകളെ പറ്റിയൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യുന്നത് എത്ര നല്ല കാര്യമാണെങ്കിലും എത്ര മോശം കാര്യമാണെങ്കിലും ഈ ഒരു സംസാരം ഉറപ്പാണ്. നിങ്ങളുടെ പാരൻസ് വരെ ചിലപ്പോൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യും. ഈ ഒരു കാര്യം എൻ്റെ ചുറ്റിലും സംഭവിച്ചേ പറ്റൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് പോസിറ്റീവായിട്ടാണ്. അവരെന്നെ എത്രത്തോളം നെഗറ്റീവ് ആക്കുന്നുവോ അതിനർത്ഥം ഞാൻ ഇറങ്ങിയ ആ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അത്രയേറെ ഡിഫറൻ്റ് ആണ് എന്നതാണ്. അവരെ കൊണ്ട് കഴിയാത്തൊരു കാര്യം ഞാൻ തുടങ്ങി വെച്ചു, ഇനി അത് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞാനാണ്. നിങ്ങൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും അത് വിജയിച്ചോ തോറ്റോ എന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് നമ്മൾ വിട്ടുകൊടുക്കുന്നു. നിങ്ങൾ ഒരു PSC പരീക്ഷയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സർവീസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവർ ചിലപ്പോൾ ഇവന് വേറെ പണിയില്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഒരു ദിവസം അവർ നിങ്ങളുടെ ക്ലയൻ്റായിട്ട് എത്തേണ്ട ആളുകളാണ്. നിങ്ങളെ സർവീസ് ആഗ്രഹിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ആളുകളാണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഈ ഒരു റിയാലിറ്റി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതൊരു പ്രശ്നമായിരിക്കില്ല. ഈ ഒരു തിരിച്ചറിവ് സ്വന്തം അനുഭവങ്ങളിലൂടെ എനിക്ക് കിട്ടിയതോടുകൂടി എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്തു പോയിക്കൊണ്ടേയിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളുടെ ഐഡിയകളും സംസാരങ്ങളൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കംഫർട്ട് സോൺ കഴിഞ്ഞാൽ നേരെ ജനങ്ങളോട് ഭയങ്കര സെറ്റപ്പായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സോണല്ല ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പതിയെ ദിവസങ്ങളെടുത്തുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളിലേക്ക് കൊടുക്കേണ്ടത്. നിങ്ങളടുത്ത് ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പതുക്കെ ഈ ജനങ്ങളൊന്ന് കാണിച്ച് നോക്കുക. അവിടെ നിന്ന് വരുന്ന റെസ്പോൺസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇവിടെയാണ് ഞാൻ രണ്ടാമത്തെ അനുഭവം പറയാൻ പോകുന്നത്. കാര്യം, നമ്മൾ ഈ കരയിലൊക്കെ കാണുന്ന ആമകളുണ്ടല്ലോ, ഈ ആമയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ഇതിനിടയിൽ ഇത് തലയും കാലൊക്കെ പുറത്തേക്കിട്ട് പതുക്കെ ഇങ്ങനെ നീങ്ങാൻ ശ്രമിക്കും. അപ്പോഴേക്കും എന്തെങ്കിലും കുറുക്കനോ നായയോ ഒക്കെ വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. ആ സമയത്ത് ഈ ആമ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൈയും കാലുകളൊക്കെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് വലിച്ച് അവിടെ ഒരു കല്ല് പോലെ കിടക്കും. ആമയ്ക്ക് ഒരു റെസ്പോൺസും ഇല്ല. അതിനെ വിചാരിച്ചതുപോലെ കഴിക്കാൻ കിട്ടില്ല, എൻ്റെ കയ്യോ കാലോ ഒന്നും അത് പുറത്തേക്ക് ഇടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രൊഡേറ്റേഴ്സൊക്കെ അങ്ങ് പോവും. ഇവരൊക്കെ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ആമ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പതുക്കെ നടന്നു നോക്കും. വീണ്ടും ഇതേ രീതിയിൽ ചുറ്റിലുള്ളവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആമ സേഫായിട്ട് അവിടെ തന്നെ ഉള്ളിലേക്ക് വലിഞ്ഞ് അവിടെ കിടക്കും. ഇങ്ങനെ പതിയെ ഈ ആമ ഒരു ചെറിയ കുളത്തിൽ നിന്നും വലിയൊരു കുളത്തിലേക്ക് പോവാണ്. ഈ ആമയുടെ ആവശ്യം അവിടെ നടക്കുന്നു. ക്രിട്ടിസൈസ് ചെയ്യാൻ വന്ന ആളുകളൊക്കെ അവിടെ പരാജയപ്പെടുന്നു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നാലും ഈ കമൻറ്റുകളായിട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങളവിടെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ആമയെ ഭക്ഷിച്ച് കളയാൻ, ഈ ആമയുടെ തലയും കൈയും കാലും ഒക്കെ തിന്ന് കളയാൻ ഈ പ്രിഡേറ്റേഴ്സിന് സാധിക്കുന്നത് പോലെ നിങ്ങളെ ഒന്നുമല്ലാതാക്കി കളയാൻ നിങ്ങളുടെ ആ ഐഡിയ ഒരിക്കലും നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരരുത് എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ഈ ആളുകൾക്ക് സാധിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ മറ്റുള്ള ആളുകളെ പറ്റി ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പോകും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ആമയെ നിങ്ങൾക്ക് മോഡലാക്കാം, അല്ലേ? ഈ രീതിയിൽ നിങ്ങളുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയകൾ നിങ്ങൾക്ക് ഈ ലോകത്തെ കാണിക്കണം എന്നാണെങ്കിൽ ചെറുതായിട്ട് തുടങ്ങി ആരെന്ത് പറയുമ്പോഴും മൈൻഡാക്കാതെ വെച്ച് നിങ്ങളുടെ കാര്യം ഇങ്ങനെ ചെയ്ത് പോവാം. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് നടക്കാതെ ആകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങളുടെ കംഫർട്ട് സോണിലേക്ക് തന്നെ തിരിച്ചു വന്ന് കുറച്ചുകൂടെ എനർജി അവിടെ നിന്ന് സംഭരിച്ച് വീണ്ടും ഒന്ന് ഇറങ്ങാൻ നോക്കുക. ഫെയിൽ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പതിയെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വലിയ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ആളുകൾ പറയുന്നത് കേട്ട് ക്വിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
നിങ്ങളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ കമൻറ്റുമായിട്ട് വരുന്ന ആളുകൾ അവർക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ എന്നുള്ളൊരു മനോഭാവം നിങ്ങളിലേക്ക് കൊടുക്കണം. അത് കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും. നിങ്ങളെ ഫേസ് ചെയ്യാൻ ആളുകൾ വരണം, നിങ്ങൾ ആളുകളെ ഫേസ് ചെയ്യേണ്ടി വരും. അതിലൂടെയാണ് നിങ്ങളുടെ ക്യാരക്ടർ പുറത്തുള്ള ആളുകൾ അറിയാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ മോശം കമൻറ്റുമായിട്ട് വരുന്ന ആളുകളുടെ കമൻറ്റിനെ ഒരു കത്തിയോട് വേണം നിങ്ങൾ ഉപമിക്കാൻ. ഈ കത്തി വെച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മളെ തന്നെ വേദനിപ്പിക്കാം, അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഈ കത്തി ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളുടെ ക്രിറ്റിസിസം ആവുന്ന കത്തി കൊണ്ട് സ്വയം കുത്താതെ, സ്വയം കുത്തി വേദനിപ്പിക്കാതെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ആമയുടെ സ്റ്റോറിയും എനിക്ക് വലിയൊരാൾ പറഞ്ഞു തന്നൊരു കഥയാണ്. ഈ മറ്റുള്ളവരൊക്കെ എന്ത് പറയുന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഞാനും എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചാണ്. അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മളിങ്ങനെ നമ്മളുടെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ദിവസം അവരുടെയൊക്കെ വായടയും നമുക്ക് എത്തേണ്ട ലെവലിൽ നമുക്ക് എത്തുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 2 സ്റ്റോറികളിലൂടെ നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാളെയും പേടിക്കാതെ നിങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങാതെ ഈ ആമ ചെയ്തതുപോലെ പതിയെ പതിയെ ഇങ്ങനെ ചെയ്തു പോവാം. പറയുന്നവർ എന്തും പറയട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും. അതിനിടയിലൊന്നും ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള 2 അവയർനെസ്സുകളായിട്ട് ഞാൻ ഈ പറഞ്ഞ സ്റ്റോറികൾ മനസ്സിൽ വെക്കുക. ഈ 2 കാര്യങ്ങളിലൂടെ മറ്റുള്ളവരെ പറ്റിയൊന്നും ഇനി ഞാൻ അധികം ആലോചിക്കാൻ നിൽക്കില്ല, അതിന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ സാധിക്കട്ടെ. കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക, നേടേണ്ടതൊക്കെ നേടുക. താങ്ക് യു.